വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ആശങ്ക തുടരുന്നതിനിടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേരളത്തിലേക്ക്. അടുത്ത ദിവസം തിരുവനന്തപുരത്തെത്തുന്ന കേന്ദ്രമന്ത്രി ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ചർച്ച നടത്തും. FCRA ആശങ്ക തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേരളത്തിലെത്തുന്നത്. ക്രൈസ്തവർക്കിടയിലെ ആശങ്ക ദൂരീകരിച്ച ശേഷമായിരിക്കും ബിൽ പാസാക്കുകയെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. സംസ്ഥാനത്തെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി കിരൺ റിജിജു കൂടിക്കാഴ്ച നടത്തും. 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ FCRA ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധം തണുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ബിൽ ഭേദഗതിക്കെതിരെ KCBC ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. FCRA ബിൽ കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണെന്ന് പ്രതിപക്ഷം. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ വിഭാഗത്തെയും എങ്ങനെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ടിരിക്കാം എന്നുള്ള പരീക്ഷണമാണ് നടത്തുന്നത്. അതിൽ അവസാനത്തെ പരീക്ഷണമാണ് FCRA. ഇരട്ടത്താപ്പ് എന്ന് പറയാതിനെ ഒരു ഭാഗത്ത് ഞങ്ങൾ ഈ ബില്ല് കൊണ്ടുവരുമെന്നുള്ള ഭീഷണിപ്പെടുത്തുക, മറുഭാഗത്ത് പോയിട്ട് സമവായത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക. അതിൻ്റെ അർത്ഥം വോട്ട് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവരുടെ നിലപാട് വളരെ വ്യക്തമാണ്. ക്രൈസ്തവ സഭകളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമൊക്കെ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മനുഷ്യന് ഉപകാരം ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഈ പീഡാനുഭവത്തിൻ്റെ ആഴ്ചയിൽ തന്നെയാണ് അവർ ബില്ല് അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടി തീരുമാനിച്ചത്. ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ അത് ഉൾക്കൊള്ളിച്ചു. ഇനി എപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ചാലും അല്ലെങ്കിൽ ചർച്ച ചെയ്താലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ടാവും. FCRA ഭേദഗതി ബിൽ ഏതെങ്കിലും വിഭാഗത്തിനെതിരെയല്ലെന്ന് BJP നേതാവ് അനിൽ ആന്റണി പറഞ്ഞു. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ ആ അഭിപ്രായങ്ങളെ ഒന്നും മാനിക്കുന്നില്ലെന്നുള്ളത് കുറേ നാളായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.